ആണിയറങ്കൽ ജലാശയത്തിലെ ബോട്ടിംഗ് നിരോധിച്ച് 3 വർഷമാക്കുമ്പോൾ ഹൈക്കോടതി ഉത്തരവിന്റെ പുനഃപരിശോധനയ്ക്ക് സർക്കാർ നിയമ നടപടികളിലേക്ക് കടക്കുന്നു. ബോട്ടിംഗ് പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച ഒരാഴ്ചയ്ക്കകം വിശദമായ റിപ്പോർട്ട് നൽകാൻ ജില്ലാ ഭരണകൂടം വനംവകുപ്പിനോട് ആവശ്യപ്പെട്ടു. അരിക്കൊമ്പൻ വിദഗ്ധ സമിതിയാണ് 2023 ആണിയറങ്കലിലെ ബോട്ടിംഗ് നിരോധിക്കുവാൻ ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടത്. സർക്കാർ പുതിയ സത്യവാങ്മൂലം കോടതിയിൽ നൽകുന്നതിന് മുന്നോടിയായാണ് വനംവകുപ്പിൽ നിന്നും റിപ്പോർട്ട് ആവശ്യപ്പെട്ടതെന്നാണ് വിവരം. വനംവകുപ്പിന്റെ നിലപാടാണ് ഇനി ഇക്കാര്യത്തിൽ നിർണായകം. ചിന്നക്കനാൽ ശാന്തൻപാറ മേഖലകളിൽ അരിക്കൊമ്പൻ എന്ന ഒറ്റയാന്റെ ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ രൂപീകരിച്ച വിദഗ്ധ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് 2023 ജൂലൈ 14 ആനയിറങ്കൽ ജലാശയത്തിലെ ബോട്ടിംഗ് നിരോധിച്ച് ഹൈക്കോടതി ഉത്തരവിറക്കിയത്. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിന് ആനയിറങ്കൽ ജലാശയത്തിലെ ബോട്ടിംഗ് നിരോധിക്കണമെന്നായിരുന്നു വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ കൂടി ഉൾപ്പെട്ട വിദഗ്ധ സമിതിയുടെ ശുപാർശ. 2023 ഏപ്രിൽ 29 അരിക്കൊമ്പനെ മയക്കുവെടി വെച്ച് പിടികൂടി കാട് കടത്തിയെങ്കിലും ആനയിറങ്കൽ ജലാശയത്തിലെ ബോട്ടിംഗ് നിരോധനം തുടർന്നു. ഹൈക്കോടതി ഉത്തരവ് പുനഃപരിശോധിക്കാതെ ബോട്ടിംഗ് പുനരാരംഭിക്കുവാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ ഇക്കാര്യത്തിൽ പുതിയ സത്യവാങ്മൂലം നൽകുവാൻ കഴിഞ്ഞ സർക്കാർ നടപടി സ്വീകരിച്ചതുമില്ല. ഇടുക്കി, മാട്ടുപ്പെട്ടി, തേക്കടി എന്നിവിടങ്ങളിലെല്ലാം കാട്ടാനകൾ ഉണ്ടായിട്ടും ആനയിറങ്കലിൽ മാത്രം ബോട്ടിംഗ് നിരോധിക്കേണ്ട സാഹചര്യമില്ലെന്നാണ് നാട്ടുകാരുടെ വാദം. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.